അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും, ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സ്ത്രീകളിൽ ഒരാളായ ഫാത്തിമ ബീവി റളിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളും ലോകത്തിലെ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ മാതൃകകളിൽ ഒരാളുമായ മഹത്തായ വ്യക്തിത്വമാണ് ഫാത്തിമ റളി. അവരുടെ ജനനം, ബാല്യം, വളർച്ച, സ്വഭാവം, പിതാവിനോടുള്ള സ്നേഹം, ദൈവഭക്തി, ഈ എല്ലാ ഘട്ടങ്ങളും ഓരോ മുസ്ലിം വിശ്വാസിക്കും ജീവിത പാഠങ്ങൾ നൽകുന്നവയാണ്. സഹോദരങ്ങളെ, മനുഷ്യ ചരിത്രത്തിൽ ചില വ്യക്തികൾ പ്രകാശം പോലെ ഉദിക്കുന്നു. അവർ ജനിക്കുന്നതോടെ തന്നെ ലോകത്തെ സ്വാധീനിക്കുന്ന ജീവിതം ആരംഭിക്കുന്നു. അത്തരമൊരു മഹത്തായ ആത്മാവായിരുന്നു ഫാത്തിമ റളി. അവർ ജനിച്ചത് ജാഹിലിയ്യയുടെ ഇരുണ്ട കാലഘട്ടത്തിലാണ്. അന്ന് സമൂഹം അനീതിയാൽ നിറഞ്ഞിരുന്നു. സ്ത്രീകൾക്ക് വില കുറഞ്ഞ സ്ഥാനം, ദരിദ്രർക്കു അവകാശമില്ല, ശക്തൻ ദുർബലനെ അടിച്ചമർത്തുന്ന കാലം. അത്തരമൊരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹമായി ജനിച്ച ഒരു കുഞ്ഞായിരുന്നു ഫാത്തിമ റളി. മക്കയിലെ പവിത്ര നഗരത്തിൽ അള്ളാഹുവിൻ്റെ അവസാന ദൂതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മഹത്തായ വിശ്വാസിയായ ഖദീജ റളിയുടെയും വീട്ടിലാണ് ഫാത്തിമ റളി ജനിച്ചത്. ഈ വീട് സാധാരണ ഒരു കുടുംബമല്ലായിരുന്നു. സത്യത്തിൻ്റെ സന്ദേശം ഉയർന്നുവരുന്ന, ദൈവീക മാർഗനിർദ്ദേശങ്ങൾ എത്തുന്ന, ആത്മീയത നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അത്. ആ വീട്ടിൽ ജനിച്ച ഫാത്തിമ റളി ചെറിയ പ്രായം മുതൽ തന്നെ പ്രത്യേക ഗുണങ്ങളാൽ ശ്രദ്ധേയയായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ഫാത്തിമ റളിയല്ലാഹു വളരെ ശാന്തയും വിനയശീലയുമായ കുട്ടിയായിരുന്നു. അവൾക്ക് ലോകസമ്പത്തുകളോട് പ്രത്യേക ആകർഷണമുണ്ടായിരുന്നില്ല. ലാളിത്യവും ശുദ്ധിയും ദൈവഭക്തിയും അവളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറി. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്താണ് അവൾ വളർന്നത്. പിതാവിൻ്റെ ഓരോ പ്രവൃത്തിയും അവൾ ശ്രദ്ധിച്ചു. പിതാവിൻ്റെ വിനയം, ക്ഷമ, കരുണ, ഈ എല്ലാ ഗുണങ്ങളും അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ സ്നേഹം അതീവ ആഴമുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നാലും അവരെ കാണാൻ അവൾ സന്തോഷത്തോടെ ഓടിയെത്തുമായിരുന്നു. പിതാവിൻ്റെ സേവനം ചെയ്യുന്നത് അവൾക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ഈ സ്നേഹബന്ധം സാധാരണ പിതാവും മകളും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ഉയർന്നതായിരുന്നു. അത് ആത്മീയ ബന്ധമായിരുന്നു. ഇസ്ലാം പ്രബോധനം ആരംഭിച്ച സമയത്ത് മക്കയിലെ ഖുറൈശികൾ പ്രവാചകനെയും വിശ്വാസികളെയും കടുത്ത പീഡനങ്ങൾക്ക് വിധേയമാക്കി. ഈ കഠിന സാഹചര്യങ്ങൾ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ബാല്യകാലത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ചെറുപ്പക്കാരിയായിരുന്നെങ്കിലും അവൾ പിതാവിൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും നേരിൽ കണ്ടു. ചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവം വളരെ പ്രശസ്തമാണ്. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ സമീപത്ത് നിസ്കരിക്കുമ്പോൾ ശത്രുക്കൾ അവരെ ഉപദ്രവിച്ചു. ഈ വാർത്ത കേട്ട ചെറുപ്പക്കാരിയായ ഫാത്തിമ റളിയല്ലാഹു ഉടൻ അവിടേക്ക് ഓടിയെത്തി പിതാവിനെ സഹായിച്ചു. ആ പ്രായത്തിൽ തന്നെ അവൾ കാണിച്ച ധൈര്യം, സ്നേഹം, കരുതൽ, ഇവ അവളുടെ മഹത്തായ വ്യക്തിത്വത്തിൻ്റെ തെളിവുകളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ബാല്യകാല ജീവിതം രാജകുമാരികളുടെ സൗകര്യങ്ങളാൽ നിറഞ്ഞതായിരുന്നില്ല. പകരം കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ അവളെ തളർത്തിയില്ല, മറിച്ച് അവളുടെ വിശ്വാസം കൂടുതൽ ശക്തമാക്കി. സഹോദരങ്ങളെ, കഷ്ടപ്പാടുകൾ മനുഷ്യനെ തകർക്കാനല്ല, ശക്തമാക്കാനാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ബാല്യം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവൾ ക്ഷമയും സഹനവും ദൈവവിശ്വാസവും കൊണ്ട് ജീവിതത്തെ നേരിട്ടു. അവളുടെ മാതാവായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ സ്വഭാവം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ജീവിതത്തെ വളരെ സ്വാധീനിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു പ്രവാചകന്റെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു. സമ്പത്ത്, സമയം, ജീവിതം എല്ലാം ഇസ്ലാമിനായി സമർപ്പിച്ച മഹത്തായ സ്ത്രീ. മാതാവിൻ്റെ ഈ മഹത്തായ ഗുണങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ജീവിതത്തിലും പ്രതിഫലിച്ചു. ഫാത്തിമ റളിയല്ലാഹു തൻ്റെ മാതാവിൽ നിന്ന് സഹനവും ത്യാഗവും വിശ്വാസവും പഠിച്ചു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും പ്രയാസങ്ങളെ സഹിക്കാനും അല്ലാഹുവിൽ പൂർണ്ണമായ ആശ്രയം വെക്കാനും അവൾ പഠിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ വളരെയധികം സ്നേഹിച്ചിരുന്നു.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബിയെ കാണാൻ വന്നാൽ അവർ എഴുന്നേറ്റ് അവളെ സ്വീകരിക്കുകയും അവളുടെ നെറ്റിയിൽ ചുംബിക്കുകയും തന്റെ സമീപത്ത് ഇരുത്തുകയും ചെയ്തിരുന്നു. ഈ സ്നേഹബന്ധം ലോകത്തിന് ഒരു മാതൃകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ ഉമ്മു അബീഹ അഥവാ പിതാവിന്റെ മാതാവ് എന്ന പേരിൽ വിളിച്ചിരുന്നു. ഇതിന്റെ അർത്ഥം അവൾ പിതാവിനെ അതീവ കരുതലോടെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. ചെറുപ്പത്തിൽ തന്നെ പിതാവിന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിയ അവൾ ഈ മഹത്തായ സ്ഥാനത്തിന് അർഹയായി. മക്കയിലെ മുസ്ലിംകളുടെ മേലുണ്ടായിരുന്ന ഉപദ്രവങ്ങൾ ശക്തമായപ്പോൾ മുസ്ലിംകൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്യേണ്ടി വന്നു. ഈ യാത്ര ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലെ നിർണായക ഘട്ടമായിരുന്നു. സ്വന്തം നാട്ടും ഓർമ്മകളും വിട്ട് പുതിയ സ്ഥലത്തേക്ക് പോകേണ്ടി വന്ന ഈ അനുഭവം അവളുടെ ജീവിതത്തെ കൂടുതൽ പക്വമാക്കി. മദീനയിലെത്തിയ ശേഷം മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയും ഐക്യവും അവൾ നേരിൽ കണ്ടു. ഇവിടെ ഇസ്ലാം ഒരു സമൂഹമായി വളരുന്നത് അവൾ അനുഭവിച്ചു. ഈ അനുഭവങ്ങൾ അവളുടെ ആത്മീയ വളർച്ചയ്ക്ക് വലിയ സ്വാധീനം ചെലുത്തി. ഫാത്തിമ ബീവിയുടെ ജീവിതം ലാളിത്യത്തിന്റെ പ്രതീകമായിരുന്നു. അവൾക്ക് ലോകസമ്പത്തുകളോട് പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നില്ല. ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് അല്ലാഹുവിന്റെ സന്തോഷമാണെന്ന് അവൾ വിശ്വസിച്ചു. സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്തിൽ നാം സമ്പത്തിനും സൗകര്യങ്ങൾക്കും പിന്നാലെ ഓടുമ്പോൾ ഫാത്തിമ ബീവിയുടെ ജീവിതം നമ്മെ ആത്മീയ സമ്പത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്നു. ലോകസുഖങ്ങൾ താൽക്കാലികമാണ്, എന്നാൽ ദൈവഭക്തി ശാശ്വതമാണ്. ഫാത്തിമ ബീവിയുടെ ബാല്യം നമ്മെ മറ്റൊരു വലിയ പാഠവും പഠിപ്പിക്കുന്നു. മാതാപിതാക്കളോടുള്ള സ്നേഹവും സേവനവും വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ്. പിതാവിനെ സേവിക്കാൻ അവൾ കാണിച്ച സ്നേഹം ഓരോ മുസ്ലിം കുടുംബത്തിനും മാതൃകയാണ്. അവളുടെ ജീവിതത്തിൽ വിനയം വളരെ പ്രധാനമായിരുന്നു. അവൾ ഒരിക്കലും അഭിമാനത്തോടെ ജീവിച്ചില്ല. പകരം ലാളിത്യവും വിനയവും അവളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവിയുടെ ജീവിതം സ്ത്രീകളുടെ മാന്യതയും പവിത്രതയും സംരക്ഷിച്ച ഒരു മഹത്തായ മാതൃകയാണ്. അവൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനം നൽകുന്ന ഇസ്ലാമിന്റെ സന്ദേശം ജീവിതത്തിലൂടെ പ്രകടമാക്കി. ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും നമ്മെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. പരീക്ഷണങ്ങളിൽ ക്ഷമ, സമ്പത്തിൽ വിനയം, കുടുംബത്തിൽ സ്നേഹം, സമൂഹത്തിൽ കരുണ, ഇവയാണ് അവളുടെ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ. നാം പലപ്പോഴും ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും തളർന്നു പോകാറുണ്ട്. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുമ്പോൾ ഏതു പരീക്ഷണവും വിജയമായി മാറും എന്നതാണ്. അവളുടെ ബാല്യകാലം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മഹത്വം സമ്പത്തിലല്ല, വിശ്വാസത്തിലാണ് എന്നതാണ്. മനുഷ്യന്റെ വില അവന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയിലാണ്. സഹോദരങ്ങളെ, ഈ മഹത്തായ സ്ത്രീയുടെ ജീവിതം ഓരോ മുസ്ലിം കുടുംബത്തിനും ഒരു മാതൃകയാണ്. കുട്ടികളെ വളർത്തുമ്പോൾ ദൈവഭക്തിയും നല്ല സ്വഭാവവും പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അവളുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ ഫാത്തിമ ബീവിയുടെ പവിത്ര ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അനുഗ്രഹിക്കട്ടെ. അവളുടെ വിനയവും ഭക്തിയും നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ അല്ലാഹു സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ അൽഹംദുലില്ലാഹ് എന്നെഴുതൂ. കൂടാതെ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഒരു പാഠം എന്താണെന്ന് താഴെ കമന്റായി പങ്കുവയ്ക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി എഴുതാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഫാത്തിമ ബീവിയുടെ വിവാഹ ജീവിതവും കുടുംബജീവിതവും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നാം പഠിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.